ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡും ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമാണ് പറയാൻ പോണത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കണത് സുകന്യാണെങ്കിൽ കാല് വെച്ച് ഓരോരോ അടി അടന്നത് പറയുന്നുണ്ട്. ഈ ബെഡ്റൂമേ പറഞ്ഞത്ര സ്ക്വയർ ഫീറ്റ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ധർമ്മം പറയുന്നുണ്ട്, എന്റെ സുകന്യെ നമുക്ക് കിടന്ന് ഉറങ്ങിയാ പോരെ, ഈ ബെഡ്റൂമിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം, അങ്ങനെയായിരിക്കണം ഇങ്ങനെയായിരിക്കണം, അതൊക്കെ എന്തിനാണ്, ഈ ബെഡ്റൂമിന് അത്യാവശ്യം വലിപ്പമുണ്ട് സൗകര്യമുണ്ട്. അത് ധർമ്മേട്ടന് അങ്ങനെ തോന്നുമായിരിക്കും, പക്ഷെ അത് അങ്ങനെയല്ല. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എന്റെ സോഷ്യൽ സയൻസ് ടീച്ചർ എന്താ പറയുന്നറിയാവോ, ഭൂമി ഒരു അച്ചുതണ്ടിലാണ് കറങ്ങണേന്ന്. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അച്ചുതണ്ട് കാണണമെന്ന്. അങ്ങനെ ഭൂമിയുടെ അച്ചുതണ്ട് കാണാൻ വേണ്ടി ഞാൻ പൈസ കൂട്ടി 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 വെച്ചു. 9ാം ക്ലാസ് എത്തിയപ്പോ വേറൊരു മിസ് പറഞ്ഞു, അച്ചുതണ്ട് ഒരു സാങ്കല്പികം മാത്രമാണ്, ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപഗ്രഹമാണെന്ന്. അത് കേട്ടപ്പോ എന്റെ പിഞ്ചു മനസ്സ്, 6ാം ക്ലാസ്സിൽ പഠിച്ച എന്റെ പിഞ്ചു മനസ്സ് തകർന്നു പോയ ധർമ്മേട്ട, എന്റെ ടീച്ചർ ചതിക്കല്ലേ ചെയ്തത്, ഇതൊക്കെ ഒരു ചതിയാണോ സുകന്യ എന്ന് ചോദിക്കുമ്പോ പിന്നെ ഇതൊക്കെ വലിയ ചതി തന്നെയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്ത് കാര്യം? അതെ, നമുക്ക് ഹണിമൂണിന് പോണം. ഏ ഇത്ര പെട്ടെന്നോ? അതെ, എത്രയും പെട്ടെന്ന് തന്നെ ഹണിമൂണിന് വേണം. പറ്റുമെങ്കിൽ നാളെ തന്നെ പോണം. അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? പറ്റില്ല പറ്റില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഹണിമൂണിന് പോണം എന്ന് പറയാണ്. അത് പിന്നെ നാളെ തന്നെ ഈ കാര്യം സംസാരിക്കണം, ഹണിമൂണിന് പോണം. ഓ ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കിടക്കാണ്. ഓ ഈ കട്ടിലിന് ഒട്ടും വലിപ്പില്ല, ഇതിന് ആവശ്യത്തിന് വലിപ്പുണ്ടല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് തലോന്ന് എടുത്ത് നടുക്ക് വെക്കാണ്. എന്നിട്ട് ധർമ്മനോട് പറയണ്ട്, അതെ ധർമ്മേട്ട ഒരു കാര്യം, ചിലപ്പോ ഉറക്കത്തിന് കയ്യോ കാലോ എടുത്ത് മേത്തേക്കിടും, ചിലപ്പോ അടിക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യും, അതൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ കിടന്നോളണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുകന്യ അങ്ങനെ കിടക്കാട്ടോ. ധർമ്മൻ അങ്ങനെ ഉറങ്ങാണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ആര്യം പറയേണ്ട മിത്ര എടുത്ത്, മിത്രേ ദേ നാളെ രാവിലെ പ്രാക്ടീസ് തുടങ്ങണം, അറിയാലോ, അതുകൊണ്ട് നാളെ രാവിലെ 5:30 തന്നെ എഴുന്നേൽക്കണം. 5:30 എഴുന്നേൽക്കണോ? അതെ, ഞാൻ അലാറം വെച്ചിട്ട് എഴുന്നേൽപ്പിക്കും, അപ്പൊ എഴുന്നേൽക്കണം. എഴുന്നേറ്റിനെങ്കിൽ ഞാൻ ഒരു ബക്കറ്റ് വെള്ളം കോരി തലയിലേക്ക് ഒഴിക്കും, അത് വേണ്ടാന്നാണെങ്കിൽ എഴുന്നേറ്റോ എന്ന് പറയാണ്. ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മിത്ര ഉറങ്ങാൻ കിടക്കാണ്. ആര്യൻ നിലത്തും കിടക്കുന്നുണ്ട്. മിത്ര ഉറങ്ങാൻ കിടക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കാട്ടോ. മുമ്പൊരു ദിവസം ആര്യൻ മിത്രയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തല്ലോ, അതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് കിടന്നുറങ്ങണേട്ടോ മിത്ര. അതുകൊണ്ട് തന്നെ മിത്ര ഒരു സ്വപ്നം കാണാണ്. ആര്യൻ രാവിലെ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് മിത്രയുടെ തലയിൽ ഒഴിക്കുന്ന പോലത്തെ ഒരു സ്വപ്നം. അത് കണ്ട് ചാടി എഴുന്നേക്കാണ് മിത്ര. സമയം നോക്കുമ്പോൾ 2 മണി ആയിട്ടുള്ളൂ. ആര്യനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മിത്ര. ശേഷം ആര്യന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ആര്യന്റെ നെറ്റിയിലും അതുപോലെ ഒരു ഉമ്മ കൊടുക്കുമ്പോൾ ആര്യൻ പെട്ടെന്ന് തിരിയുമ്പോഴേക്കും മിത്ര ഷോക്ക് ആവാട്ടോ. വേഗം ഒന്നും അറിയാത്ത പോലെ മിത്ര പോയി കിടന്നുറങ്ങാണ്. രാവിലെ ആകുമ്പോ തന്നെ മിത്ര പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ബാലൻ വരുന്നുണ്ട്. മോളെ എന്താ പഠിക്കുന്നത്? IAS പഠിക്കുകയാണോ? അതെ അങ്കിളെ, മോള് പഠിച്ചു, ആരും ശല്യം ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം ബാലൻ അവിടെ വന്നിരിക്കുമ്പോഴേക്കും ധർമ്മം വരുന്നുണ്ട്. അതെ അളിയ, എനിക്ക് അളിയനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് ധർമ്മ? എന്താണെങ്കിലും പറഞ്ഞോ. അതെ, കല്യാണം കഴിഞ്ഞിട്ട് പോവില്ലേ, അവിടെ ഞങ്ങൾക്ക് പോണം. കല്യാണം കഴിഞ്ഞിട്ട് എവിടെയാ പോണത്? എടാ എന്താണ് ധർമ്മ, നീ ഇന്ന് കടയിൽ വരുന്നില്ലെന്ന് പറയാനാണോ? അയ്യോ അളിയ, ഞാൻ കടയിലൊക്കെ വരും, പിന്നെ എന്താ കുഴപ്പം? അപ്പോ നമ്മുടെ ഗോമതി വന്ന് പറയുന്നുണ്ട്, എന്താണ് ധർമ്മ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോണം എന്നൊക്കെ പറഞ്ഞാ, നിങ്ങൾ പോയിട്ട് വാ, അതിനെന്താ? അതല്ല അളിയാ, കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവില്ലേ എന്ന് കേട്ടിട്ട് സുകന്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഹണിമൂണിന് പോണം എന്ന് പറയാണ്. ബാലമണ, ഹണിമൂണിന് പോണ കാര്യം പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ വളച്ചു കെട്ടണത്, അതിനെന്താ പോയിട്ട് വാ എന്ന് പറയുമ്പോ ആര്യം പറയുന്നുണ്ട്, അങ്ങനെ ഊട്ടിയിൽ പോയിക്കോ, സൂപ്പർ ആയിരിക്കും ഇപ്പൊ എന്ന് പറയണം. സുകന്യ പറയുന്നുണ്ട്, ഊട്ടിയൊന്നും വേണ്ട, തേക്കടി മതി, ഞാൻ തേക്കടി പോയിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും, അല്ല ധർമ്മൻ എവിടെ പോകാൻ ഇഷ്ടം എന്ന് ബാലൻ ചോദിക്കുമ്പോഴേക്കും ധർമ്മം പറയുന്നുണ്ട്, അത് പിന്നെ തേക്കടി തന്നെയാ ഇഷ്ടം, തേക്കടി പോയാൽ മതി എന്ന് സുകന്യ പറയാണ്. അവിടെ തന്നെ പോയാൽ മതി അളിയാ, എങ്കിലേ നിങ്ങൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഹോട്ടൽ, അവിടെ അടുത്തുള്ള നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം. സുകന്യ പറയണ്ടേ, വേണ്ട ബാലേട്ടൻ പൈസ തന്നാ മതി, അവിടെ നല്ല ഹോട്ടൽ നോക്കിയിട്ടെ ഞങ്ങൾ നോക്കി എടുത്തോളാം. എന്നാ ടാക്സി അറേഞ്ച് ചെയ്ത് തരാം നാളത്തേക്ക്. അത് മതി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മീനാക്ഷിയും അതുപോലെ തന്നെ മിത്രയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഇവിടെ ഈ പ്രാവശ്യമേ അസോസിയേഷൻ ഒരു പുൽക്കൂട് മത്സരം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുൽക്കൂട് മത്സരം? അതെ, അതായത് എല്ലാ വീട്ടിലും പുൽക്കൂട് ഒരുക്കണം, ഏറ്റവും നന്നായിട്ട് പുൽക്കൂട് ഒരുക്കുന്ന ആരാണ് അവർക്ക് ഫസ്റ്റ് സമ്മാനം, വലിയ ക്യാഷ് പ്രൈസ് സമ്മാനം. ആണോ? അപ്പം നമ്മുടെ അച്ഛനോട് ബാലനോട് പറയുമ്പോൾ ബാലനും പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ പുൽക്കൂടൊക്കെ ഒരുക്കിക്കോ, പക്ഷെ ഒരു കാര്യം, ഫസ്റ്റ് നമുക്ക് തന്നെ കിട്ടണം. മീനാക്ഷി പണ്ടെന്ന് നമുക്ക് 2 ടീമാകാം, അതായത് ഞാനും മിത്രയും അമ്മയും ഒക്കെ ഒരു ടീം, അതുപോലെ തന്നെ ആര്യനും ആനന്ദേട്ടനും അച്ഛനൊക്കെ ഒരു ടീം എന്നിങ്ങനെ പറയാണ്. അപ്പൊ സുകന്യ മനസ്സിൽ വിചാരിക്കേണ്ട, ടീമായപ്പോഴും എന്നെയും ധർമ്മേട്ടനും അവർ വിട്ടുകളഞ്ഞു എന്നൊക്കെ വിചാരിക്കാട്ടോ. എങ്കിൽ ശരി. അപ്പൊ ബാലൻ പിന്നെയും പറഞ്ഞു, എങ്കിൽ പുൽക്കൂടിനുള്ള കാര്യങ്ങളൊക്കെ ആര്യ മേടിച്ചോണ്ട് വന്നോ, എന്നാ ധർമ്മമാവ നമുക്ക് പുൽക്കൂടിനുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരാൻ പോയാലോ, അതിനെന്താ പോകാലോ എന്ന് പറയുന്നുണ്ട്.
അവര് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും സുകന്യ മനസ്സിലാക്കണം, അവരൊരു പുൽക്കൂട് മത്സരം, എന്നെ കൂട്ടാതെയാ അവര് പുൽക്കൂട് മത്സരിക്കാൻ പോണത്, നിങ്ങക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് തന്നെ എന്നൊക്കെ സുകന്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാട്ടോ. അതേസമയം ബാലൻ വീണ്ടും വീണ്ടും പറയണതേ, ഫസ്റ്റ് സമ്മാനം നമുക്ക് തന്നെ കിട്ടണം, അതിലൊരു വിട്ടുവീഴ്ചയില്ല എന്നൊക്കെ ബാലൻ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്യുതനും അലോകും കൂടി പുറത്തേക്ക് ഇറങ്ങായിരിക്കോട്ടോ. ആ സമയത്ത് അച്യുതൻ അലോകിനോട് പറയണ്ട, അവിടെ പുതിയൊരു മത്സരം അവര് പങ്കെടുക്കുന്നുണ്ട്. എന്ത് മത്സരം എന്നറിയാവോ? പുൽക്കൂട് മത്സരം. ഏറ്റവും നല്ല പുൽക്കൂടിനെ അസോസിയേഷൻ സമ്മാനം കൊടുക്കണ്ട്. ബാലനും മക്കളും മരുമക്കളൊക്കെ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാ. അവർക്ക് സമ്മാനം കിട്ടരുതച്ച എന്ന് അലോക് പറയാണ്. അവർക്ക് സമ്മാനം കിട്ടില്ല, അതിനുള്ള ഒരാള് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയാണ്. അപ്പൊ സുകന്യ പുറത്ത് വന്നിങ്ങനെ നിൽക്കുന്നുട്ടോ. അപ്പൊ സുകന്യ ഇങ്ങനെ നോക്കുന്നുണ്ട് അവരെ. അപ്പൊ സുകന്യ ഈ പുൽക്കൂട് നശിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ബാലനും പിള്ളേരും പുൽക്കൂട് ഒരുക്കും. പക്ഷെ സുകന്യ എന്ന് പറഞ്ഞ ഒരു യുക്തി മതിയല്ലോ പുൽക്കൂട് നശിപ്പിക്കാനായിട്ട്. എന്നാൽ പുൽക്കൂട് നശിപ്പിച്ച് സുകന്യ കയ്യിലേക്ക് കൊടുക്കും. പിന്നെ വേറൊരു കാര്യം മിത്ര ഇന്നത്തെ എപ്പിസോഡിൽ ആര്യനോട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഈ ചേച്ചി ഉണ്ടല്ലോ, പുതിയ ചേച്ചി സുകന്യ ചേച്ചി, ആ ചേച്ചിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ആര്യം ചോദിക്കുന്നുണ്ട്, തുടങ്ങിയോ തന്റെ പോലീസ് ബുദ്ധി? അതല്ല ആര്യ, അവർക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ദേ താൻ ഇതൊന്നും പറഞ്ഞു ആ അടുത്തും പോവല്ലേ കേട്ടോ. ദേ ധർമ്മമ്മന് വിഷമമാകും. തനിക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താൻ രഹസ്യമായിട്ട് അന്വേഷിച്ചോ. പക്ഷെ ഇപ്പൊ വന്നേലേ ആ ചേച്ചിയുള്ളൂ, ഇപ്പൊ തന്നെ അങ്ങനെയൊക്കെ പറയണത് നല്ലതല്ലല്ലോ. പക്ഷെ എന്നാലും എന്തൊരു അവസ്ഥയാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട് അവരുടെ ഭാഗത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം ഇത്ര പറയുന്നുണ്ട്, ഷോ പുൽക്കൂട് മത്സരത്തെ ദേവിയെടുത്തേക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പോ മീനാക്ഷി പണ്ട് അതെങ്ങനെ ദേവിയെടുത്തേക്ക് വരാൻ പറ്റും? ദേവിയെടുത്തേക്ക് നമുക്ക് സുഖമില്ലല്ലോ. ദേവിയെടുത്ത് പാവം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കായിരിക്കും. നമുക്ക് പുൽക്കൂടൊക്കെ റെഡിയാക്കണ വീഡിയോ ഒക്കെ എടുത്തിട്ട് ദേവിയടിച്ച് അയച്ചു കൊടുക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ ആനന്ദിന് ദേഷ്യം വരും കേട്ടോ. ഒരു ദേവിയെടുത്തി എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ദേവിയാണെങ്കിൽ ഇവരെ കുറിച്ച് അന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ ഗോമതിയും പറയണ്ട, അതെ അതെ ദേവിമോൾ ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട് സുകന്യ കൊഞ്ചനും കുത്താട്ടെ, ഓ ഒരു ദേവി എന്താന്നറിയാവോ, അവൾ എന്താ ആരാ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. അപ്പൊ പുൽക്കൂട് ഇരിക്കുന്ന ഭാഗം നാളത്തെ എപ്പിസോഡിലായിരിക്കും കേട്ടോ. നാളെ എപ്പിസോഡ് ഉണ്ടോന്ന് അറിയില്ല, ഫിലിമാണ്. എപ്പിസോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിവ്യൂ ഇടാം. അപ്പൊ ഇങ്ങനത്തെ വേറൊരു ഭാഗം നമ്മുടെ തമിഴിലുണ്ട്. അത് ഇത് ഇങ്ങനെയല്ല, വേറെ പൊങ്കാല അങ്ങനത്തെ എന്തോ സംഭവം അവരുടെ ആ ഒരു തമിഴിന്റെ രീതിയിലൊരു എന്തോ സംഭവം അവിടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണ്, അതായത് ധർമ്മന്റെ ഭാര്യ, അത് നശിപ്പിച്ച് കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പുൽക്കൂടാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, ഒരു തീപ്പൊരി എടുത്തിട്ടാൽ മതിയല്ലോ, പുൽക്കൂടിനെ കത്തിപ്പോയിക്കോളല്ലോ. അപ്പൊ അടിപൊളിയായിട്ട് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടാനുള്ള എല്ലാ യോഗ്യതയും നല്ല നല്ല രീതിയിലുള്ള ഒരു പുൽക്കൂട് തന്നെയാണ് ഇവർ തയ്യാറാക്കുന്നത്. നശിപ്പിച്ച് കയ്യിലേക്ക് മടക്കി ചുരുട്ടി കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ഭാഗമാണ് നമ്മൾ നാളത്തെ അതുപോലെ തന്നെ മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോണത്. പിന്നെ സുഖനെ ഈ സംശയം മിത്രയുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ മിത്ര സുകന്യനെ കുറിച്ച് അന്വേഷിക്കാൻ തന്നെ കേട്ടോ. പക്ഷെ മിത്രക്കൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല സുകന്യ ഒരു ഉടായ്പാണെന്ന്. കാരണം സുകന്യ ഉടായ്പെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നുവെച്ചാൽ ഇവരുടെ കുടുംബം നശിപ്പിക്കുക അത് മാത്രമേ ഉള്ളൂ. പിന്നെ അലോകിനെയും അനുവിനെയും കൊണ്ട് അനുശ്രീനെയും കൊണ്ട് വിവാഹം കഴിപ്പിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശം. പക്ഷെ അത് മനസ്സിലാക്കിയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മാമന്റെ ജീവിതം ഗുണമാകും വെച്ചിട്ട് ആരും ഒന്നും പറയത്തൂല. അപ്പൊ ആ ഭാഗമായിട്ട് നമ്മൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.